2024 ഓഗസ്റ്റ് 15 വ്യാഴം. ഇന്ന് 1199 കർക്കിടകം 31. വാർത്തകൾ വായിക്കുന്നത് ജി രവി. പ്രിയ ശ്രോതാക്കൾക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ. പുരപ്പുറ വൈദ്യുതി ഇളവുമായി കമ്മീഷൻ. സോളാർ വീട് കൂടും. സോളാർ പ്ലാന്റുകൾ ട്രാൻസ്ഫോർമർ ശേഷിയുടെ 90% വരെയാകാം. പാനൽ ശേഷിയല്ല പരിഗണിക്കേണ്ടത്, ഇൻവെർട്ടർ ശേഷി. കൂടുതൽ വീടുകളിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാനാകും വിധം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വ്യവസ്ഥകൾ ലഘൂകരിച്ചു. ഒരു ട്രാൻസ്ഫോർമറിൻ്റെ പരിധിയിൽ സോളാർ പ്ലാന്റുകളുടെ ആകെ ശേഷി ഇനി ട്രാൻസ്ഫോർമർ ശേഷിയുടെ 90% വരെയാകാം. ഇത് 75% കവിയരുതെന്ന KSEBിയുടെ വാദം റെഗുലേറ്ററി കമ്മീഷൻ തള്ളി. എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പ് സെക്ഷൻ തിരിച്ച് ഓരോ ട്രാൻസ്ഫോർമറിൻ്റെയും കീഴിൽ എത്ര ശതമാനം സോളാർ പ്ലാന്റുകൾക്ക് അനുമതി നൽകിയെന്നും സ്ഥാപിക്കപ്പെട്ടതെന്നുമുള്ള വിവരം KSEBിയുടെ വെബ്സൈറ്റിലും സെക്ഷൻ ഓഫീസിലും പ്രസിദ്ധീകരിക്കണം. സോളാർ പ്ലാന്റിൻ്റെ ശേഷി KSEB നിലവിൽ കണക്കാക്കിയിരുന്നത് പാനലിൻ്റെ ശേഷി അനുസരിച്ചാണ്. എന്നാൽ ഇനി മുതൽ ഇൻവെർട്ടറിൻ്റെ ശേഷിയാണ് പരിഗണിക്കേണ്ടതെന്നും പാനലിൻ്റെ ശേഷി പരിഗണിക്കുകയാണെങ്കിൽ അതിൻ്റെ 85% മാത്രമേ കണക്കിലെടുക്കാവൂ എന്നും നിർദ്ദേശമുണ്ട്. 6 വർഷത്തിനകം സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗത്തിൻ്റെ പകുതി പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് കണ്ടെത്തണമെന്നാണ് റെഗുലേഷൻ ഭേദഗതിയിലെ നിർദ്ദേശം. 2024-25 വർഷത്തേക്ക് നിർദ്ദേശിച്ചിരുന്ന 40% ലക്ഷ്യം KSEBിയുടെ അഭ്യർത്ഥന പ്രകാരം 37% കുറച്ചു. 2030 ആകുമ്പോഴേക്ക് പുനരുപയോഗ ഊർജ്ജത്തിൻ്റെ 2% സംഭരിച്ച് ഉപയോഗിക്കാനും കഴിയണം. 2025-26 മുതൽ ഇതിനുള്ള സൗകര്യമുണ്ടാക്കി തുടങ്ങണം. 18 വരെ കനത്ത മഴ. ഇന്ന് കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ടിന് തുല്യമായ മുൻകരുതൽ. വ്യാപക മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് 18 വരെ വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ അലർട്ടുകൾ പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ ഓറഞ്ച്, റെഡ് അലർട്ടിന് തുല്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. മലയോര മേഖലകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ച പ്രദേശങ്ങളിലും കൂടുതൽ ജാഗ്രത പാലിക്കണം. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്റർ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും നാളെ കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും 17-നും 18-നും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 24 മണിക്കൂറിൽ 115.5 മില്ലിമീറ്റർ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയാണ് പ്രവചിക്കുന്നത്. തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിൽ ചക്രവാത ചുഴിയും ആന്ധ്രാപ്രദേശിലെ റായലസീമ മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ ന്യൂനമർദ്ദപാത്തിയും രൂപപ്പെട്ടതിൻ്റെ ഫലമാണ് കേരളത്തിൽ ഈ ദിവസങ്ങളിൽ മഴ. വയനാട് ജില്ലയിൽ പല സ്ഥലങ്ങളിലും 2 ദിവസമായി ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. മേപ്പാടി പഞ്ചായത്തിലെ പുത്തുമലയിൽ ശക്തമായ മഴ പെയ്തു. മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശമായതിനാൽ അവിടെ നിന്ന് ജനങ്ങളെ തൃക്കൈപ്പറ്റ സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. രാജ്യത്തിൻ്റെ വളർച്ച കർഷകരിലൂടെയെന്ന രാഷ്ട്രപതി. വനിതകൾക്ക് തുല്യനീതി ലഭിക്കുന്നതിൽ മുൻവിധികൾ തടസ്സം. ഇന്ത്യയെ ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാക്കിയതിൽ കർഷകരുടെ പങ്ക് ഓർമ്മിപ്പിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ സ്വാതന്ത്ര്യദിന സന്ദേശം. കർഷകർ അന്നദാതാക്കളാണ്. അവരുടെയും തൊഴിലാളികളുടെയും വിയർപ്പാണ് നമ്മളെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാക്കിയതും വൈകാതെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കാൻ പോകുന്നതും. ആവശ്യമായ ഭക്ഷണം നൽകുന്നതിലൂടെ കർഷകർ നമ്മളെ സ്വയം പര്യാപ്തരാക്കിയെന്നും രാഷ്ട്രപതി പറഞ്ഞു. സാമൂഹിക ജനാധിപത്യമില്ലാതെ രാഷ്ട്രീയ ജനാധിപത്യം പൂർണ്ണമാകില്ല. പട്ടിക വിഭാഗങ്ങൾ ഉൾപ്പെടെ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി സർക്കാർ പല പദ്ധതികളും ഏർപ്പെടുത്തിയത് സാമൂഹിക ജനാധിപത്യമെന്ന ലക്ഷ്യം വച്ചാണ്. ലിംഗനീതിയും കാലാവസ്ഥാ നീതിയും അത്യാവശ്യമാണ്. വനിതകൾക്ക് ഏറെ പ്രാധാന്യം നമ്മൾ നൽകുന്നു. പക്ഷേ പരമ്പരാഗതമായ ചില മുൻവിധികൾ വനിതകൾക്ക് തുല്യനീതി ലഭിക്കുന്നതിൽ ഇപ്പോഴും തടസ്സം നിൽക്കുന്നു. സ്വന്തം ജീവിത രീതികളിൽ മാറ്റം വരുത്തി പ്രകൃതിയെ സംരക്ഷിക്കാനും കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ആഘാതം കുറയ്ക്കാനും എല്ലാവരും ശ്രമിക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആദിവാസി നേതാക്കളടക്കമുള്ളവരെ രാഷ്ട്രപതി അനുസ്മരിച്ചു. ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശിൽ കേസ്. ഇന്ത്യ വിടാൻ സമ്മർദ്ദമേറും. ചോദ്യം ചെയ്യാൻ വിട്ടുകിട്ടണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെടാം.
രാജിവെച്ച ഇന്ത്യയിലെത്തിയ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശിൽ കൊലപാതക കേസെടുത്തതോടെ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറാൻ അവരുടെ മേൽ സമ്മർദ്ദമുണ്ടായേക്കും. ജൂലൈ 19 പ്രക്ഷോഭകാരികൾക്കെതിരെ ബംഗ്ലാദേശ് പോലീസ് വെടിവെച്ചതിൽ അബു സെയ്ദ് എന്ന വ്യാപാരി കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ഹസീനയ്ക്കും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസെടുത്തത്. ഇതിനുമേൽ നടപടികളൊന്നും ഉടൻ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും കേസന്വേഷണം പുരോഗമിക്കുമ്പോൾ ഹസീനയെ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിട്ടുകിട്ടാൻ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദമുണ്ടാകാം. ഇന്ത്യയും ബംഗ്ലാദേശുമായി കുറ്റവാളി കൈമാറ്റ ഉടമ്പടിയുണ്ടെങ്കിലും കേസ് കോടതിയിലെത്തിയ ശേഷമേ ഇതിൻ്റെ ബലത്തിൽ അവരെ കൈമാറ്റം ചെയ്യാൻ ബംഗ്ലാദേശ് അധികൃതർക്ക് ആവശ്യപ്പെടാനാകൂ. ആ ഘട്ടമെത്തും മുൻപ് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറാൻ ഹസീന നിർബന്ധിതയായേക്കും. ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടവുമായി ഏറെക്കുറെ നല്ല ബന്ധം പുലർത്തേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. അതേസമയം ഹസീനയെ കൈവിടാനുമാകില്ല. അത് ഇന്ത്യയുടെ വിശ്വാസ്യത തകർക്കുമെന്ന് മാത്രമല്ല, ബംഗ്ലാദേശിൽ ഇനിയും രാഷ്ട്രീയ ശക്തിയായി തുടരാൻ സാധ്യതയുള്ള അവാമി ലീഗിനെ കൈയൊഴിയുകയുമാവും. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങളുടെ കെട്ടുറപ്പിന് ഹസീനയെ മാത്രം ആശ്രയിച്ചതാണ് ഇന്ത്യയുടെ ഇതുവരെയുള്ള നയത്തിലെ പാളിച്ചയായി വിലയിരുത്തപ്പെടുന്നത്. ഇനിയിപ്പോൾ ഹസീനയെ കൈയൊഴിഞ്ഞാൽ ബംഗ്ലാ രാഷ്ട്രീയത്തിൽ ഇന്ത്യക്ക് സുഹൃത്തില്ലാത്ത സാഹചര്യമാകും. നിലവിൽ മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണകൂടത്തിൽ നിന്ന് ഇന്ത്യ വിരുദ്ധ നടപടികൾ ഉണ്ടാകുമെന്ന് ആശങ്കയില്ല. ഹസീനയുടെ ഇന്ത്യയിലെ സാന്നിധ്യം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങളെ ബാധിക്കില്ലെന്ന് ഇടക്കാല സർക്കാരിലെ വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹീദ് ഹുസൈൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പിന് ശേഷം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയോ മറ്റേതെങ്കിലും കടുത്ത വലതുപക്ഷ പാർട്ടിയോ അധികാരത്തിൽ വന്നാൽ അതാവില്ല അവസ്ഥ. തിരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും ഹസീനയ്ക്ക് എത്തിപ്പെടാനൊരു സുരക്ഷിത രാജ്യം കണ്ടുപിടിക്കേണ്ടി വരും. മെഡിക്കൽ സ്റ്റോറുകൾ വിലക്കുറവിൻ്റെ വിവരം കാട്ടി ബോർഡ് വയ്ക്കണം. സംസ്ഥാനത്തെ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകൾ വില കുറച്ച് വിൽക്കുന്ന മരുന്നുകൾ ഏതൊക്കെയെന്നും എത്ര ശതമാനമാണ് കുറവെന്നും വ്യക്തമാക്കുന്ന ബോർഡുകൾ പ്രദർശിപ്പിക്കണമെന്ന് ഡ്രഗ്സ് കൺട്രോളറുടെ നോട്ടീസ്. ഇത് നടപ്പാക്കി 10 ദിവസത്തിനകം ഡ്രഗ് ഇൻസ്പെക്ടറെ അറിയിക്കണം. വിപണിയിലെ മത്സരം കടുത്തതോടെ മരുന്നുകൾക്ക് 50% വരെ ഇളവ് നൽകുമെന്ന് പല മെഡിക്കൽ സ്റ്റോറുകളും ബോർഡ് വെച്ചു. ചില മരുന്നുകൾക്ക് മാത്രം വില കുറച്ച ശേഷം മൊത്തം വിലക്കുറവാണെന്ന പ്രതീതി സൃഷ്ടിക്കുകയാണെന്ന് ഹർജി കോടതിയിലെത്തി. കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് വിലവിവര പട്ടിക പ്രദർശിപ്പിക്കണമെന്ന നോട്ടീസ് നൽകിയത്. ഉരുൾപൊട്ടലിന് കാരണം അണക്കെട്ട് പ്രതിഭാസമെന്ന് വിദഗ്ധ സമിതി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ പ്രഹരശേഷി വർദ്ധിപ്പിച്ചത് ഉരുൾപൊട്ടലിനിടെയുണ്ടായ അണക്കെട്ട് പ്രതിഭാസം, അതായത് ഡാമിംഗ് ഇഫക്റ്റ് ആണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘത്തിൻ്റെ നിഗമനം. മേഖലയിൽ 3 ഉരുൾപൊട്ടലുകളാണ് രാത്രി 12:45 മുതൽ പുലർച്ചെ വരെ ഉണ്ടായത്. ആദ്യത്തെ ഉരുൾപൊട്ടലിൽ ഒലിച്ചുവന്ന ഭീമൻ പാറക്കെട്ടുകളും മരത്തടികളും അടിഞ്ഞുകൂടി പുഞ്ചിരിമട്ടത്തോട് ചേർന്ന് അണക്കെട്ട് പോലെ രൂപപ്പെട്ടു. മണിക്കൂറുകൾക്കുള്ളിലുണ്ടായ രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ ഈ അണയും തകർന്നതോടെ ഉരുളിൻ്റെ പ്രഹരശേഷി വർദ്ധിച്ചതായാണ് നിഗമനം. ഏകദേശം 8 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ വരെ വെള്ളവും ചെളിയും തടികളും പാറക്കല്ലുകളും ഒഴുകിയെത്തി. പ്രഭവ കേന്ദ്രത്തിന് താഴെയുള്ള മരങ്ങളിൽ ഇത് കെട്ടിനിന്നതിൻ്റെ അടയാളങ്ങൾ അവശേഷിച്ചിട്ടുണ്ട്. പരമാവധി 1.5 കിലോമീറ്റർ ദൂരം ഒഴുകിയെത്തി ശക്തി കുറഞ്ഞ് അവസാനിക്കേണ്ട ഉരുൾപൊട്ടലിൻ്റെ പ്രഹരശേഷി ഡാമിംഗ് ഇഫക്റ്റ് മൂലം 7 കിലോമീറ്ററിലധികം വ്യാപിച്ചു. അതിശക്തമായ മഴയാണ് കഴിഞ്ഞ 29-30 തീയതികളിൽ പ്രദേശത്തുണ്ടായത്. ചെറിയ പ്രദേശത്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പെയ്ത അതിതീവ്ര മഴയാണ് ഉരുൾപൊട്ടലിന് കാരണമായതെന്നും ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം വിലയിരുത്തുന്നു. 2020 ഉരുൾപൊട്ടിയ പുഞ്ചിരിമട്ടത്തെ പ്രദേശത്തോട് ചേർന്നാണ് ഇപ്പോൾ പൊട്ടിയത്. ഇവിടെ 50 വർഷത്തേക്ക് മറ്റൊരു ഉരുൾപൊട്ടലിന് സാധ്യത കുറവാണ്. സംഘം ഇന്നും പരിശോധന തുടരും. ചർച്ചകൾക്കിടയിലും ഇസ്രായേൽ ആക്രമണം, 17 പേർ കൊല്ലപ്പെട്ടു. ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ഹമാസ്. ഗാസയിൽ ചൊവ്വാഴ്ച രാത്രിയിലും ഇന്നലെയുമായി ഇസ്രായേൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ 5 കുട്ടികളും മാതാപിതാക്കളും ഉൾപ്പെടെ 17 പേർ മരിച്ചു. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനായി യുഎസിൻ്റെയും മറ്റും നേതൃത്വത്തിൽ സമാധാന ചർച്ച ആരംഭിച്ചതിന് പിന്നാലെയാണ് ആക്രമണം. ചൊവ്വാഴ്ച ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയാണ് ഇന്നലത്തേതെന്നാണ് ഇസ്രായേൽ നിലപാട്. സമാധാന ചർച്ചകൾക്കിടയിലും ഇസ്രായേൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഇന്നു നടക്കുന്ന ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ഹമാസ് അറിയിച്ചു. എന്നാൽ ദോഹയിൽ നടക്കുന്ന ചർച്ചയിലൂടെ വെടിനിർത്തലിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക. ചർച്ചകൾ കൊണ്ട് കാര്യമില്ലെന്നും ജൂലൈ 2 ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ച പദ്ധതി നടപ്പാക്കാനുള്ള നടപടികളാണ് വേണ്ടതെന്നും ഹമാസ് പറയുന്നു. ആഘാതമറിയാൻ ദുരന്ത മേഖലയിൽ സർവേ. ഡ്രോൺ ഉപയോഗിച്ചുള്ള സർവേ വഴി സൂക്ഷ്മ വിവരങ്ങൾ ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി.
വയനാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലയുടെ സൂക്ഷ്മമായ ലിഡാർ സർവേ NIT സൂറത്കലുമായി ചേർന്ന് നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭൂമിയുടെ ഉപരിതലത്തിലെ വസ്തുക്കൾ എന്നിവയുടെ സൂക്ഷ്മ വിവരങ്ങൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള സർവേ വഴി ലഭ്യമാക്കും. മുൻപുണ്ടായിരുന്ന ഭൂതലം എങ്ങനെയായിരുന്നു, ദുരന്തശേഷം എന്തെല്ലാം മാറ്റങ്ങൾ വന്നു, ഏതെല്ലാം പ്രദേശത്താണ് വലിയ ആഘാതമുണ്ടായത് എന്നെല്ലാം അറിയാനാകും. ഈ വിവരങ്ങളും വിദഗ്ധ സംഘം നൽകുന്ന റിപ്പോർട്ടും പരിഗണിച്ചാകും ഇവിടെ ഇനിയുള്ള ഭൂവിനിയോഗ രീതികൾ തീരുമാനിക്കുകയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ശുഭദിനം. നന്ദി.